ഇത് ബുദ്ധിപരമായ ഒരു വിശകലനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ സിദ്ധാന്തങ്ങൾ വെള്ളം ചേർത്തുകൂടാ? അവരുടെ നയങ്ങളിൽ വ്യതിയാനം വരുന്നത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും എന്തുകൊണ്ട് യോജിച്ചുകൂടാ? അവർക്ക് ഒരുപോലെയുള്ള നയപരിപാടികൾ നടപ്പാക്കിക്കൂടാ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ബാലിഷമായ ഒന്നാണ് ഇതെന്നർത്ഥം. പക്ഷെ ഇവിടെയാണ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ആദർശങ്ങളാകട്ടെ നയങ്ങളാകട്ടെ അവ ആപേക്ഷികമാണെന്നൊരിക്കലും മതങ്ങൾ പറയുന്നില്ല. ഇസ്ലാം പോലുള്ള മതങ്ങളാകട്ടെ പൂർണ്ണമായും അവരുടെ ആദർശങ്ങളുടെ അടിസ്ഥാനം അടിത്തറ ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവികമായ അടിത്തറയ്ക്ക് ദൈവം പറയാതെ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് സംഘടനകളും പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. സാമാന്യേന അവയെല്ലാം തന്നെ ചില ആദർശങ്ങളുടെയോ അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങളുടെയൊക്കെയോ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടവയായിരിക്കും. ആദർശമെന്ന് പറയുമ്പോൾ ചില മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടിലൂർന്നിയ അല്ലെങ്കിൽ ചില ഉയർന്ന മൂല്യങ്ങൾ പ്രാപിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം, നീതി, സ്നേഹം, ധാർമ്മികത എന്നൊക്കെയുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന, മനുഷ്യ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു ജീവിത പദ്ധതി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നവ ആയിരിക്കും. ഇവയുടെ ഒരു പ്രത്യേകത, ഇവ എല്ലാ കാലത്തേക്കും ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ സാർവകാലികമായ ഒരു ശരിയിലാണ് ഇത്തരം ആദർശങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ സിദ്ധാന്തങ്ങളാകട്ടെ അവ ലഭ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വിശകലനം ചെയ്തും ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയും യുക്തിസഹമായ രീതിയിൽ അവയെ നിർണയങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം ഒരു സൈദ്ധാന്തികമായ നിലയിൽ കെട്ടിപ്പടുക്കുന്നവയാണ് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇവ പലപ്പോഴും പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരടിത്തറയാണ് ഇത്തരം സിദ്ധാന്തങ്ങളിലൂടെ കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങളെ സാർവകാലികമായിട്ട് കാണാറില്ല. മറിച്ച് പലതും ആപേക്ഷികമാണ്. കാരണം സത്യങ്ങൾ മാറുമ്പോൾ, കണ്ടെത്തലുകൾ മാറുമ്പോൾ, അറിവുകൾ മാറുമ്പോൾ അതനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ആക്കാൻ കഴിയും, അതിനുള്ള അനുവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവയാണ്. മതങ്ങൾ സാമാന്യേന ഈ ആദർശബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ അവ മാറുവാൻ കഴിയാത്ത, മാറ്റാൻ കഴിയാത്തവയാണ് എന്ന് വേണം നമുക്ക് പറയാം. ദൈവീകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങളാവട്ടെ, ഈ മതങ്ങളുടെ ആശയങ്ങളുടെ, ആദർശങ്ങളുടെ, സങ്കല്പങ്ങളുടെ, കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ദൈവപ്രോക്തമാണ്, ദൈവത്തിൽ നിന്നുള്ള അറിവാണ്, അല്ലെങ്കിൽ അവ ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സ്വാഭാവികമായും തങ്ങൾക്ക് ആ ആദർശങ്ങളിൽ, കാഴ്ചപ്പാടിൽ സ്വയം മാറ്റം വരുത്തുവാനുള്ള അനുവാദമില്ല എന്നും വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ അതിന് മതങ്ങൾ അനുവാദം നൽകുന്നില്ല, ദൈവീകമായതുകൊണ്ട് തന്നെ. ഇപ്പം ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഇന്ത്യയിലും കേരളത്തിലൊക്കെ സുപരിചിതമായ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന 3-4 കാര്യങ്ങൾ. അതിലൊന്ന് അതിൻ്റെ ചരിത്രപരമായ ഭൗതികവാദം, വർഗസമര സിദ്ധാന്തം, അതുപോലെ തന്നെ ചരിത്രപരമായ ഭൗതികവാദമുണ്ട്, സ്വകാര്യ സ്വത്തിൻ്റെ നിഷേധം, മിച്ചമൂല്യ സിദ്ധാന്തം ഒക്കെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗരഹിതവും ഭരണകൂടരഹിതവുമായ ഒരു സാമൂഹ്യക്രമം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത്. അപ്പോൾ സമത്വത്തിലൂന്നിയ ഒരു സോഷ്യലിസ്റ്റ് സിദ്ധാന്തം ഘട്ടം ഘട്ടം അത്തരത്തിലുള്ളൊരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഘട്ടം ഘട്ടമായിട്ട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിതമായ ഒരു സൊസൈറ്റി, പിന്നീട് ഭരണകൂടങ്ങൾ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതലാളിത്ത
വിരുദ്ധമാണ്. ഒപ്പം തന്നെ ഉൽപ്പാദനോപാധികൾ കൈയടക്കി വയ്ക്കുന്നതിന് അവരെതിരാണ്. ഇതുപോലെ തന്നെ കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ് അത് കുത്തകവൽക്കരിക്കുന്നതിന് എതിരാണ്. വിതരണ പ്രക്രിയയിൽ സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഓണർഷിപ്പുള്ള, അവർക്ക് കൂടുതൽ പങ്കാളിത്തമുള്ളതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആദർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടനയാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാകട്ടെ അവരുടെ നയ രൂപീകരണം നടത്തുന്നത്. അപ്പോൾ നയങ്ങളെന്ന് പറയുന്നത് ഈ ആദർശങ്ങളുടെയോ സിദ്ധാന്തങ്ങളുടെയോ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ ആ നയങ്ങൾ മാറുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവ വേണമെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് മാറ്റുവാൻ കഴിയും. പക്ഷെ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ നയങ്ങൾ ഈ കൃത്യമായും ഇത്തരത്തിലുള്ള മതബോധത്തിൽ, ആദർശബോധത്തിൽ ഊന്നിയതുമാണ്. നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ, കൂട്ടുസംരംഭങ്ങൾ, ബഹുജന ഈ പങ്കാളിത്തത്തോടെയുള്ള ധാരാളം വ്യവസായങ്ങൾ, ഈ ആശയങ്ങളൊക്കെ തന്നെ ഉത്ഭവിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ തന്നെ പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള കാരണം ഈ ജനകീയ പങ്കാളിത്തം മുതലാളിത്തത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കമ്പോളങ്ങളെ, ഉൽപ്പാദന പ്രക്രിയയെ, ഇതിനെയൊക്കെ മോചിപ്പിക്കുക എന്നുള്ളതിൻ്റെ കൂടെ ഒരു അർത്ഥത്തിലാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി ഉള്ള മൊണോപ്പൊളൈസേഷനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നാൽ നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്കറിയാം, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളോ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളിൽ നിന്നുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും അതിശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമാകും. മാത്രവുമല്ല, അത് പലപ്പോഴും പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും തന്നെ വമ്പിച്ച ഭിന്നിപ്പുകൾക്കും പിളർപ്പുകൾക്കും വരെ കാരണമാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാപ്പോൾ സ്വകാര്യ വിദ്യാഭ്യാസം ഇതിനൊരിക്കലും പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതെയാകുന്ന, പൂർണ്ണമായും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ അണ്ടറിലാകുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് വ്യവസായ സംരംഭങ്ങളിൽ, അതിൽ സ്വകാര്യ സംരംഭകരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെതുള്ളത്. അതൊരു നയപരമായിട്ടുള്ള അവരുടെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നയപരമായൊരു നിലപാടാണെന്നർത്ഥം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും വിവാദമായി നിലകൊള്ളുന്ന PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ PM ശ്രീ എതിർക്കപ്പെടാനുള്ളൊരു കാരണം അതിനകത്തുകൂടെ ചില വർഗീയ അജണ്ടകൾ, സ്വകാര്യവൽക്കരണത്തിൻ്റെ അജണ്ടകൾ, വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകവൽക്കരണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇടയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു അജണ്ട അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ PM ശ്രീയെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനെ സ്വീകരിക്കുമ്പോൾ ആ നയപരമായ വ്യതിയാനം അതിശക്തമായ നിലയ്ക്കുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈദ്ധാന്തികമായി കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാകട്ടെ സംഘടനയാകട്ടെ, ആ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു നയത്തിൽ പോലും ചെറിയൊരു മാറ്റമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയാണ് ഒരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ആദർശങ്ങളാകട്ടെ നയങ്ങളാകട്ടെ അവ ആപേക്ഷികമാണെന്നൊരിക്കലും മതങ്ങൾ പറയുന്നില്ല. ഇസ്ലാം പോലുള്ള മതങ്ങളാകട്ടെ പൂർണ്ണമായും അവരുടെ ആദർശങ്ങളുടെ അടിസ്ഥാനം അതിത്ര ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവികമായ അടിത്തറയ്ക്ക് ദൈവം പറയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇവിടെ ഈ സ്വയം മാറാൻ കഴിയാത്തതാണ് എന്നർത്ഥം. പക്ഷേ ഇവ കേവലം നയങ്ങളല്ല.
പലപ്പോഴും അവ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്തരത്തിലുള്ള തങ്ങളുടെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യതിയാനം വരുത്തണം എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോൾ, ഇത് ബുദ്ധിപരമായ ഒരു വിശകലനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ സിദ്ധാന്തങ്ങൾ വെള്ളം ചേർത്തുകൂടാ? അവരുടെ നയങ്ങളിൽ വ്യതിയാനം വരുന്നത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും എന്തുകൊണ്ട് യോജിച്ചുകൂടാ? അവർക്ക് ഒരുപോലെയുള്ള നയപരിപാടികൾ നടപ്പാക്കിക്കൂടാ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ബാലിശമായ ഒന്നാണ് ഇതെന്നർത്ഥം. പക്ഷെ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഉയർന്നു വരുന്ന വിളക്കുമായി ബന്ധപ്പെട്ട, നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇസ്ലാമിക വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ വന്ദേമാതരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്. ഇവ ഒരിക്കലും തന്നെ ഈ കേവലമായി ഇത്തരം ആശയങ്ങളോടുള്ള ഒരു എതിർപ്പല്ല, അല്ലെങ്കിൽ അത് മറ്റൊരു മതത്തിൻ്റെ കാഴ്ചപ്പാടാണെന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ആദർശങ്ങൾക്ക്, തങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്ക് വിഭിന്നമാണ്, എതിരുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവല്ലാത്ത ഒന്നിനെയും വണങ്ങുവാൻ, അല്ലാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കുവാൻ, അല്ലാഹുവല്ലാത്ത ഒന്നിനെയും പൂർണ്ണമായ അർത്ഥത്തിൽ, ഒരു ദൈവികമായ അർത്ഥത്തിൽ പൂജിക്കുവാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ മതങ്ങൾ വെച്ചു പുലർത്തുന്ന ഇത്തരത്തിലുള്ള നയങ്ങളെ, കാഴ്ചപ്പാടുകളെ, വിശ്വാസങ്ങളെ ആദർശബന്ധിതമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് അനുവദിക്കുകയാണ് വേണ്ടത്. കേവലം നയപരമായ വിഷയങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, നയവ്യതിയാനങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, ആദർശ വ്യതിയാനങ്ങൾക്ക് വേണ്ടി ഇത്തരം സംഘടനകളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടികളെ, മതങ്ങളെ പ്രേരിപ്പിക്കുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരു മാത്രമല്ല, ചെറിയ വ്യതിയാനങ്ങൾ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നിടത്ത് ഇവിടെ ഇത്തരം ചർച്ചകളിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും പരിഹാസ്യമായ കാര്യം ഈ നയവ്യതിയാനങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവ നയവ്യതിയാനങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവ ബോധപൂർവം അംഗീകരിക്കാതെ ഇത്തരത്തിലുള്ള ആദർശ വ്യതിയാനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ട, അവർക്ക് ബോധ്യതയുണ്ടാകേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ വ്യതിയാനങ്ങളെപ്പോലും, സൈദ്ധാന്തിക നയവ്യതിയാനങ്ങളെപ്പോലും അതിൻ്റെ വക്താക്കൾ സ്വയം എതിർക്കുന്നുണ്ടെങ്കിൽ, അതിനോടവർക്ക് സമരസപ്പെടാൻ കഴിയുക ഇല്ല എന്നുണ്ടെങ്കിൽ, മതപരമായ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, ദൈവീകമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു വിശ്വാസി കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. അത്തരം വ്യതിയാനങ്ങളോട് കോംപ്രമൈസ് ചെയ്യുകയോ സമരസപ്പെടേണ്ടതില്ല എന്നു തന്നെയാണ്. ഇത് വ്യക്തമായും ഒരു വിശ്വാസിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ തൻ്റെ ആദർശത്തിലും തൻ്റെ നയങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മതവ്യതിയാനമെന്ന് പറയുന്നത് നയവ്യതിയാനത്തേക്കാൾ കൂടുതൽ അപകടകരമാണ്. ആദർശ വ്യതിയാനമെന്നത് സൈദ്ധാന്തിക വ്യതിയാനം പോലെ ഒരു കേവലം അനുവദനീയമായ ഒന്നല്ല നമ്മൾ അറിയുക. ഇതാണ് നമ്മൾ എക്കാലത്തും മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ മതപരമായൊരു ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.